കേരളത്തെ നടുക്കിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഭാഗമായി നടന്ന രക്ഷാപ്രവർത്തനത്തിന്റെയും മറ്റും ചിലവ് കണക്കുകൾ പുറത്ത്. ക്യാമ്പിലെ വസ്ത്രങ്ങൾക്ക് മാത്രം 11 കോടിയോളം രൂപ ചെലവഴിച്ചുവെന്നാണ് സർക്കാർ പറയുന്നത്. കൂടാതെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ആകെ 2,76 ലക്ഷം രൂപ മുടക്കിയെന്നും കണക്കുകളിൽ പറയുന്നുണ്ട്. ആകെ 359 മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത്. അങ്ങനെ കൂട്ടുമ്പോൾ ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപയാണ് ചെലവായത്. നിലവിൽ ദുരിതബാധിതർക്ക് പ്രഖ്യാപിച്ചതിനേക്കാൾ തുക ചെലവായത് വളണ്ടിയർമാർക്കാണെന്ന് കണക്കുകളിൽ വ്യക്തമാണ്. വളണ്ടിയർമാരുടെ വാഹന ചെലവിനും ഭക്ഷണത്തിനും മാത്രം 14 കോടിയോളം രൂപ ചെലവാക്കിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിൽ തന്നെ വളണ്ടിയർമാരുടെ ഗതാഗത ചെലവ് മാത്രം 4 കോടി രൂപയോളം വരുമെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പരാമർശിച്ചുള്ള റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.